ഹലോ KP ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ഉള്ളത് എന്നല്ലേ. അപ്പോൾ ഡേവൂട്ടി ഇതാ കുറേ കൊള്ളിയെല്ലാം എടുത്തിട്ട് ബേക്കിലേ നടക്കുന്നുണ്ടേ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച, അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. നന്ദൂരം കൂട്ടിയിട്ടില്ല കേട്ടോ, നന്ദൂരം ക്ലാസ്സിലുകൊണ്ട് കൂട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് വരേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ട് ഞാനും അമ്മമ്മയും ദേവൂട്ടിയും കൂടിയാണ് വന്നത്. അപ്പോൾ പൃഥ്വിയേട്ടനും നന്ദുവും ആടെയുണ്ട്, അവർ ശനിയാഴ്ച വരുമായിരിക്കും. അപ്പോൾ ഞാൻ രാവിലെ എത്തി അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ. എത്തി പിന്നെ ഒന്ന് ഉച്ചക്ക് ഹോസ്പിറ്റലിൽ പോയി, അമ്മമ്മ ഹോസ്പിറ്റലിലായത് കേട്ടോ. അപ്പോൾ അമ്മമ്മേനെ കാണാൻ പോയി ഇത് വന്നു. അനുവിന് ചെറിയൊരു പനിയെല്ലാം ഉണ്ട്. അപ്പോൾ അനുവിന് കൂട്ടായിട്ട് ഇവിടെ ഇരുന്നു കേട്ടോ. ഏച്ചി ഹോസ്പിറ്റലിലായുള്ളത് അമ്മമ്മേനപ്പുറം. അപ്പോൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ തത്തയെല്ലാം ഇങ്ങനെ പറക്കുന്നുണ്ട്. പക്ഷേ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കുറേ തത്തയിലേ പോകുന്നുണ്ട്. അതിന് കേട്ടോ ഒന്ന് ആ മരക്കൊമ്പിലിരിക്കുന്നുണ്ട്, അതിന് ഞാൻ കാണിച്ചു തരാം. അപ്പൂട്ട് സ്കൂൾ വിട്ട് വന്നേരം മുതലേ ദേവൂട്ടി അപ്പൂട്ടിനും കളിയാണ് കേട്ടോ. ദേവൂട്ടിക്ക് അതുവരെ ആരും ഇല്ലാണ്ട് ദേവൂട്ടി ഇങ്ങനെ വിഷമിച്ചിരിക്കലായിരുന്നു. അനുവിന് പനിയായതുകൊണ്ട് തന്നെ അവളപ്പുറം കളിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇവർ വന്നപ്പാട് ഇതാ ഒരു മട്ടലെടുത്തിട്ട് ഒരു ബാറ്റും ആക്കി അങ്ങനെ ഒരു ബോളും എടുത്തിട്ട് അവർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അവരെ രീതിയിലുള്ള ക്രിക്കറ്റ് കളിയാണ് കേട്ടോ. ദേവുവിൻ്റെ ബാറ്റിംഗ് എല്ലാം കണ്ട സൂപ്പറാണ്. അപ്പോൾ കണ്ടത്തിലിപ്പം മുന്നിൽ വയക്കി വൃത്തിയാക്കിക്കൊണ്ട് കളിക്കാനും നല്ല ഇതിലുണ്ടേ. അപ്പോൾ ഞാനിതാ നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് റെയിൽവേ ഗേറ്റ്, അത് ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണ് അനു തേങ്ങ പൊട്ടിച്ചിട്ട് ഒരു പൊങ്ങ് എടുത്തിട്ട് വന്നത്. പൊങ്ങ് മീൻസ് നിങ്ങളെല്ലാം എന്താ പറയുക അറിയില്ല, നമ്മൾ പൊങ്ങ് എന്നറിയാം, തേങ്ങ മുളച്ച തേങ്ങേൻ്റെ ഉള്ളിലുണ്ടാവില്ലേ, അങ്ങനെ അതൊരു കഷ്ണം എടുത്തിട്ട് അപ്പൂട്ടനൊന്ന് കടിക്കാൻ കൊടുത്തതാണ്. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് അപ്പൂട്ടൻ്റെ ഒരു പല്ലിങ്ങനെ ഇളകി നിൽക്കുന്നുണ്ടായിരുന്നേ. അതാണെങ്കിൽ അപ്പൂട്ടൻ ഒരാളെ തൊടാനും വിടൂല, അത് പൊരിച്ച് കളയുമില്ല. അങ്ങനെ അനു കൊണ്ടുപോയിട്ട് അവർ പൊങ്ങിൻ്റെ കഷ്ണം കൊടുത്തിട്ട് ഓനതൊന്ന് കടിച്ചതാണ്. അപ്പോൾ പൊങ്ങിൻ്റെ കഷ്ണത്തിൻ്റെ കൂടെ അവൻ്റെ പല്ലും കൂടെ ഇളകി വന്നിട്ടുണ്ടായിന്. അതിൻ്റെ സന്തോഷമാണ് ഓനിപ്പം ഡാൻസ് കളിച്ച് കാണിച്ചത്. അപ്പോൾ എന്തായാലും അപ്പൂട്ടൻ്റെ പല്ല് പൊരിഞ്ഞു. പിന്നെ ഓനത് അപ്പുറത്ത് ഓട്ടിൻ്റെ മുകളിൽ അവിടെ കൊണ്ട് എറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിനാണ് പോകുന്നത്. പിന്നെ എനിക്കും കിട്ടിയ ഒരു കഷ്ണം പൊങ്ങ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സാധനം. ഞാൻ ഇതിനെക്കൊണ്ട് റോസ്റ്റലിൽ ഉണ്ടാക്കിയ റെസിപ്പിയെല്ലാം മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിനെ. അപ്പോൾ ഇതങ്ങനെ അപൂർവമായിട്ടല്ലേ കിട്ടുമല്ലോ. അപ്പോൾ നേരത്തെ തേങ്ങ വെച്ച സമയത്ത് ഒന്ന് കിട്ടിയിട്ട് അത് പീസാക്കിയിട്ട് തന്നെ എല്ലാവർക്കും ഓരോ കഷ്ണം കൊണ്ടുതന്നതാണ്. അങ്ങനെ ആ പൊങ്ങെല്ലാം തിന്ന് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കലാണ്. അപ്പോഴത്തേക്ക് അമ്മ വൈകുന്നേരം അമ്മയും നമ്മളപ്പുറത്തിലെ നാരായണി അമ്മയും കൂടെ വൈകുന്നേരം നടക്കാൻ പോലുണ്ടേ. അങ്ങനെ അവരിതാ നടക്കാൻ പോകാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവർ ഡെയിലി ഇങ്ങനെ പിന്നെ കുറച്ച് സമയം നടക്കും കേട്ടോ, കുറച്ച് ദൂരം ഇവർ നടക്കാൻ പോലുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്തായാലും അമ്മ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോന്നതാണ്. പക്ഷേ പോയതുപോലെ തിരിച്ച് വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ നാരായണയും ഇല്ല എന്ന് പറഞ്ഞിട്ട് അമ്മ പിന്നെ ഒറ്റയ്ക്ക് പോകുന്നില്ല, കൂട്ടിന് ആളുണ്ടെങ്കിൽ അവർ രണ്ടാളും കൂടെ നടന്നു പോകും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അമ്മ തിരിച്ച് വന്നിട്ടുണ്ടായിന്. ദേവൂട്ടിയാണെങ്കിൽ ഇതാ ഇടുന്ന് മുറ്റത്തുനിന്ന് മണ്ണ് വാരി കളിക്കലാണ്. ദേവൂട്ടിക്ക് ഇപ്പം ഇങ്ങനെ മണ്ണ് വാരി കളിക്കൽ ഭയങ്കര കൂടുതലാണ്. ഇടുന്നായാലും അതെ, പയ്യന്നൂരിന്നായാലും ചൊല്ലിന്നായാലും എല്ലാം ദേവൂട്ടി ഭയങ്കരമായിട്ട് മണ്ണ് വാരി കളിക്കലാണ് കേട്ടോ. അപ്പോൾ അതിന് പൊങ്ങ് തിന്നാൻ വിളിച്ചിട്ട് ആ കൈ കഴുകാൻ പോകുന്നുണ്ട്. എന്നിട്ട് അമ്മ പൊങ്ങ് തിന്നാന്നും പറഞ്ഞിട്ട് വരുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മൾ കണ്ടത്തിലേക്ക് ഇറങ്ങി. നല്ല രസമാണ് കേട്ടോ വൈകുന്നേരം കണ്ടത്തിലിറങ്ങിയിട്ട് ഇങ്ങനെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നത് റെയിലാണ്, അതിൻ്റെ അപ്പുറത്ത് ഫുള്ള് തെങ്ങും തോപ്പും. ഇപ്പോൾ നമ്മളെ കണ്ടത്തിലെ പയറെല്ലാം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അവിടെയാണ് പുല്ലിൽ പാമ്പെങ്ങാനുണ്ടോ. എനിക്ക് ഇങ്ങോട്ടേക്ക് പോകാൻ പേടിയാണ് കേട്ടോ. പിന്നെ ഇതവിടെ ചക്കരക്കേങ്ങെല്ലാം ഉണ്ട്. അമ്മ പയറെല്ലാം നട്ടിട്ട്, പയറും ചീരയെല്ലാം ഇപ്രാവശ്യം നട്ടിട്ടൊന്നും നന്നായിട്ടൊന്നുമില്ല കേട്ടോ. ഇല്ലെങ്കിൽ ഈ കണ്ടം നിറച്ചും പച്ചക്കറിയെല്ലാം നടിഞ്ഞാണ്. പക്ഷെ ഇപ്പം നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഇതാ കുറേ ചെണ്ടുമല്ലി തൈയെല്ലാം ഉണ്ട്. ഓ പിന്നെ പയറ് ദേവിട്ടിയുടെ വീണട്ടാ. പയറ് കണ്ട, ഇത് നമ്മൾ തന്നെയാ രണ്ട് കണ്ടത്തിൽ നമ്മൾ നട്ടിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇത് നമ്മളതാണ്, അങ്ങോട്ടെല്ലാം വേറെ ആളതാണ് കേട്ടോ. ഈ കണ്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെതാണ്, ബാക്കി തെച്ചും. ഇത് രണ്ട് കണ്ടത്തിൽ അവർ നമ്മളോട് ആക്കിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ ആക്കിയതാണേ. അപ്പോൾ ഇതാ പയറ് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് പറിച്ചെടുക്കും. എന്നിട്ട് നമ്മളിത് ഉണക്കി ഇതിൻ്റെ ഉള്ളിലെ പയറെടുക്കും, മമ്പയർ. അങ്ങനെ കുറേ പറിക്കാനുണ്ട് കേട്ടോ. അമ്മ കുറച്ച് കഴിയുമ്പം പറിക്കണം എന്ന് പറയുന്നുണ്ടായിന്. അമ്മേരപ്പുറം കൂടണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ഈ കണ്ടത്തിൽ കീയാൻ പേടിയാണ്. ഇതാ ശരിക്കും ഉണങ്ങിയ പയറിതാ കണ്ട.
നമ്മളെ മമ്പയർ അല്ലെങ്കിൽ വൻപയർ. പിന്നെ കുറച്ചമ്മ അതൊക്കെ മോശമാണ് കേട്ടോ. കുറച്ചമ്മ പറിച്ചിട്ട് പിന്നെ ഉണക്കാൻ ആടി ഇട്ടിട്ടുണ്ട്. അറിയാൻ വയ്യ, കാണിച്ചു തരാം. പിന്നെ കുറേയെല്ലാം ഉണങ്ങാനുണ്ട് അത്ര, പച്ചയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളോട്ടെല്ലാം ഉണങ്ങിയതുണ്ട്. ഇവരവിടുന്ന് കളിക്കലാണേ. അപ്പോൾ ഇനി നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ എടാ ബാ വാ വാ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണേ. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അനുവിന് ഇലയുടെ തിന്നാന്ന് ഭയങ്കര ആഗ്രഹം. അനു ആദ്യം കൊഴുക്കട്ടയില്ലേ ഉണ്ടയാക്കണം എന്നാണേ പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ഒക്കെ അത് ഇലയുടെ തിന്നണം എന്നായി. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ ആക്കി കൊടുക്കട്ടെ. എപ്പൊന്നുമില്ല, എൻ്റെ മൂഡനുസരിച്ചാണ്. എനിക്ക് നല്ല മൂഡ് ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും സ്നാക്സ് എല്ലാം ആക്കി കൊടുക്കും. ഇപ്പം ആക്കി കൊടുക്കൽ കുറവാണ് കേട്ടോ. അപ്പം ഇപ്പം എന്തായാലും ഇലയുടെ ആക്കി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇലയുടെ ആക്കി കൊടുക്കാം. അപ്പോൾ അനു എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവൾ എനിക്ക് തേങ്ങയെല്ലാം സെറ്റാക്കി തരും. അവൾ തേങ്ങയെല്ലാം ഉരിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഇല മുറിക്കൽ എൻ്റെ പണിയാണ്. അമ്മ നടക്കാൻ പോയി കേട്ടോ. ഇല മുറിക്കണം. പിന്നെ എന്താ വെല്ലം ഉണ്ടോ? അതാ പഞ്ചസാരയാ? പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര ഇട്ടിട്ടാണ് നമ്മൾ ഇലയുടെ ആക്കുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇല കീറിയെടുക്കാം. Ya. അങ്ങനെ നമുക്ക് വേണ്ട ഇലയെല്ലാം കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി വേണമെങ്കിൽ ഉണ്ടയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഇലയൊന്നും പറിച്ചിട്ടുണ്ടായിട്ടില്ല. ആവശ്യത്തിനുള്ളതെന്ന് മാത്രമേ പറിച്ചിട്ടുണ്ടായിട്ടില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അമ്മ നടക്കാൻ പോകാണ്ട് തിരിച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതാ വളപ്പുന്ന് ഓലയെല്ലാം പൊട്ടിച്ച് വെക്കുകയാണ് കേട്ടോ, കത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മ ആ തിരക്കിലല്ലത്. അത് കഴിഞ്ഞപ്പോൾ പയർ പറിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇലയെല്ലാം നമ്മളാടെ പിന്നെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് പയർ പറിക്കാൻ വേണ്ടിയിട്ട് കണ്ടത്തിലേക്ക് പോകാമെന്ന് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഇരുട്ടാവില്ല. ഇരുട്ടായി കഴിഞ്ഞാൽ പയർ പറിക്കാനാവില്ല, കാണൂലല്ലോ. അതുകൊണ്ട് പയർ പറിച്ച് കഴിഞ്ഞിട്ടാകുമ്പം പിന്നെ അടുക്കളയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഞാനും അമ്മയും അപ്പുറത്തെ സൈഡിൽ നിന്ന് പിന്നെ അപ്പവും ദൈവവും എല്ലാം പയർ പറിക്കുന്നുണ്ട്. അനുവിന് പനിയായതുകൊണ്ട് അനുവിന് നമ്മൾ റെസ്റ്റ് കൊടുത്തിട്ടായുള്ളത് കേട്ടോ. അതുകൊണ്ട് അനു വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട്. പറയുന്നത് ഇവിടെ കേൾക്കുന്നുണ്ടല്ലേ? അമ്മോ. അപ്പോൾ തൽക്കാലം വിളവെടുപ്പ് കഴിഞ്ഞിട്ട് നമ്മളിതാ വീട്ടിലേക്ക് പോകുന്നത്. എൻ്റെ കോലം കണ്ടിട്ട് ആരും വിചാരിക്കണ്ട. വെള്ള പാൻറ്റെല്ലാം കണ്ടത്തിലിട്ടിട്ട് പോയാൽ ശരിയാവും. അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഞാനൊരു പാവാട എടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പറിച്ച പയറെല്ലാം കണ്ടില്ലേ, അതെല്ലാം അവിടെ കൊണ്ടുപോയി ഉണങ്ങാനിട്ടു. എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് നമ്മളെ ഇലയിടക്കില്ലേ മാവ് കുഴക്കുവാന്ന് കേട്ടോ. അരിപ്പൊടി കൊണ്ടാണ് ഇലയുടെ ആക്കുന്നത്. അപ്പോൾ അരിപ്പൊടിയിലേക്ക് ഉപ്പ് ഇട്ടിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുവാണ്. അങ്ങനെ കുഴച്ചവിടെ വെച്ചതിന് ശേഷം ബാക്കി തേങ്ങ പിന്നെ പഞ്ചസാര എല്ലാം കൂടെ 2 ഏലക്കായും കൂടി ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ സമയം ഒരുപാടായിട്ടുണ്ട്. എല്ലാവരും ചായ ആക്കി വെച്ചിട്ട് ഇങ്ങനെ ഇലയിടക്ക് വേണ്ടി വെയിറ്റ് ചെയ്യലാണ്. അത് ആയിട്ട് വേണമല്ലോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വേഗം പിന്നെ കുഴച്ച് സെറ്റാക്കി വേഗം തേങ്ങയെല്ലാം ചിരണ്ടി പിന്നെ അതിൽ വേണ്ട പഞ്ചസാരയും ഏലക്കായും എല്ലാം ഇട്ടിട്ട് അതും സെറ്റാക്കി വെച്ചു. എന്നിട്ടാകുമ്പോൾ ഇതാ വേഗം ഇലയിലേക്ക് പരത്തുവാണ് കേട്ടോ. ഞാൻ കുറച്ച് നൈസായിട്ടാണ് പരത്തൽ. എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് കട്ടിയിലാക്കുന്ന ഇലയുടെ ഇഷ്ടമല്ല. തിന്നാൻ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. നല്ല നൈസായിട്ടാകുമ്പോൾ തിന്നാൻ നല്ല രസമായിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ കയ്യിൽ ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ ഇലയുടെ വലിയ ഷേപ്പൊന്നും ഉണ്ടാവുമൊന്നുമില്ല കേട്ടോ. തിരക്ക് പിടിച്ചാക്കുന്നതല്ലേ, നമുക്ക് തന്നെ തിന്നാനല്ലേ, ആർക്കും കൊടുക്കാനൊന്നല്ലല്ലോ. അങ്ങനെ ഞാനിതാ ഇലയിൽ പരത്തി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ പിന്നെ തേങ്ങയും പഞ്ചസാരയും ഏലക്കായും എല്ലാം കൂടെ മിക്സ് ചെയ്തത് അതിലേക്ക് വെച്ച് കൊടുക്കുകയെന്ന് കേട്ടോ. അപ്പോൾ ആ കളറ് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട. അത് തേങ്ങ പിന്നെ പൂളിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിയാണേ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു
ചെറിയൊരു കറുപ്പ് കളറടിക്കുന്നത്. അങ്ങനെ അതും കൂടെ അതിൻ്റെ അകത്ത് വെച്ചിട്ട് അടച്ചു വെച്ചു. അങ്ങനെ പെട്ടെന്ന് പിന്നെ ഞാൻ ബാക്കിയുള്ളതെല്ലാം പരത്തിയെടുത്തിട്ട് വേഗം ഇതാ നമ്മളിനി ഇഡ്ഡലി പാത്രത്തിൽ ആവിക്ക് വെച്ച് വേവിച്ചെടുക്കാൻ പോവാന്ന് കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് നമ്മൾ വെച്ചു. പിന്നെ ചെറിയ ഇഡ്ഡലി പാത്രം ആയതുകൊണ്ട് തന്നെ ഒന്നിൽ കൊള്ളുന്നുണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് 2 എണ്ണത്തിലാക്കി വെച്ചിട്ടുണ്ടായിന്. പിന്നെ അത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ നന്ദൂന് ഹോംവർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നന്ദൂൻ്റെ ഹോംവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറേ സമയത്ത് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവർക്കെല്ലാം കഴിക്കണമല്ലോ, ഞാൻ വീഡിയോ എടുത്തിട്ട് വേണ്ടേ ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങളെടുത്ത് കഴിച്ചോ, ബാക്കി അവിടെ വെച്ചാൽ മതി, ഞാൻ കഴിക്കുമ്പോൾ വീഡിയോ എടുത്തോളാന്ന് പറഞ്ഞിട്ട് ഞാൻ നന്ദൂനിലെ ഹോംവർക്കെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാകുമ്പം വന്നതിന് ശേഷം ഇതാ എനക്കും എൻ്റെ അച്ഛനും ഇല്ലേ ബാലൻസ് ഇലയുടെയാണ് കേട്ടോ. ഇത് നല്ല ചൂടോടെ കഴിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിന്. പക്ഷേ എന്നാലും ചൂടുണ്ടായിരുന്നു തോന്നട്ടോ. ഞാൻ എൻ്റെ കൈ കുടയുന്നുണ്ടല്ലോ, ചൂടുണ്ടായിനി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 2 ഇഡ്ഡലി പാത്രത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇഡ്ഡലി പാത്രത്തിൽ അവരെടുത്തു, ഒന്നിലത് നമുക്കവിടെ വെച്ചു. അങ്ങനെ ഞാനൊരു ഇലയടി എടുത്തിട്ട് ഇതാ ചൂടോടെ കഴിക്കുന്നുണ്ടായിന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് തോന്നിയത് അതിൽ വെല്ലം വേണമായിരുന്നു, അതായത് ശർക്കരയില്ലേ അത് വേണമായിരുന്നു എന്ന്. എനിക്ക് വെല്ലം വെച്ചിട്ടാക്കുന്നതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. എന്നാലും കുഴപ്പമൊന്നുമില്ല, പഞ്ചസാര ഇട്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. എല്ലാവരും നേരത്തെ കഴിച്ചു, ചായേൻ്റെ കൂടി തന്നെ എല്ലാവരും നേരത്തെ കഴിച്ചിട്ടുണ്ടായിന്. ഞാൻ മാത്രമേ കഴിക്കാൻ ബാക്കിയുണ്ടായിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് അച്ഛനും എത്തിയിട്ടുണ്ടായിന്. പിന്നെ അച്ഛന് ഇലയടിയൊന്നും തിന്നേണ്ട സമയമില്ല, അച്ഛന് തെയ്യത്തിന് കൊണ്ടതുകൊണ്ട് അച്ഛനിങ്ങനെ തിരക്കാക്കി കിടക്കലാണ്. പിന്നെ ഞാനിത് എല്ലാവർക്കും വേണ്ടി സ്പെഷ്യലായിട്ട് രാത്രിക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നേ. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്താൽ അവരത് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിനെന്ന് പറഞ്ഞാൽ നമുക്കത് ഭയങ്കര സന്തോഷമല്ലേ അല്ലേ. അതെല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും, എനിക്കും അങ്ങനെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാൻ പൃഥ്വിയോട് എപ്പം പറയലുണ്ട്, എന്തെങ്കിലും ഉണ്ടാക്കി തന്നാൽ അത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. എന്തായാലും പൃഥ്വിയോട് അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ, അന്നേരം പിന്നെ നിനക്ക് കുറച്ച് ഇതായിപ്പോവും, നമ്മൾ കുറച്ച് പൊന്തിപ്പോവില്ലേ നല്ല രസമുണ്ട് പറഞ്ഞാൽ. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറയാത്തത്, അല്ലാതെ ടേസ്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും തക്കാളി ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നില്ല, ഞാൻ ഒരു പ്രാവശ്യം യൂട്യൂബിൽ കണ്ടിട്ട് ആക്കി നോക്കിയതാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഡെയിലി എന്ന് പറയുന്ന പോലെ ദോശ ഇഡ്ഡലി ആക്കുന്ന ദിവസം തക്കാളി ചമ്മന്തിയാണ്. ഒന്നാമത് നമുക്ക് തേങ്ങക്ക് ഭയങ്കര ക്ഷാമമാണ്, തേങ്ങയില്ല. അപ്പം പിന്നെ ഉള്ളിക്കും തക്കാളിക്ക് വിലയുണ്ട്, എന്നാലും പിന്നെ ഒരു ഉള്ളി ഒരു തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് 3-4 ആൾക്ക് വേണ്ട ചമ്മന്തി അതിനെക്കൊണ്ട് റെഡിയാവും. അതുകൊണ്ട് ഇപ്പോൾ സ്ഥിരം വീട്ടിൽ എൻ്റെ ചുഴലിയിൽ പിന്നെ തക്കാളി ചമ്മന്തിയാണ്. ഇപ്പോൾ വീട്ടിൽ പോയാലും ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ പണ്ട് ഉണ്ടാക്കലുണ്ട്, തമിഴ്നാട്ടിലുള്ള സമയത്ത് അമ്മ ഉണ്ടാക്കലുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മേൻ്റെ കഥയെല്ലാം കേട്ട് നമ്മളിങ്ങനെ ദോശ കഴിച്ചു കൊടുക്കലാണ്. അനുകൂടിയുണ്ട്, ബാക്കി എല്ലാവരും ഇങ്ങനെ ഓരോ സ്ഥലത്തിരുന്നിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ദോശ വേണ്ടാന്ന് പറഞ്ഞ അമ്മമ്മ ലാസ്റ്റ് തക്കാളി ചമ്മന്തി എടുത്തിട്ട് ദോശ എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് രാത്രി പിന്നെ നമ്മളെ അടുത്തുള്ള അമ്പലത്തിൽ തെയ്യാണ്. അപ്പോൾ രാത്രി കാഴ്ചയുണ്ട്. അങ്ങനെ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് അച്ഛനും ഏച്ചിയും അപ്പും എല്ലാം പോയിട്ടുണ്ടായിനെ. അങ്ങനെ ആ കാഴ്ചേൻ്റെ കുറച്ച് വിശേഷങ്ങൾ എനിക്ക് അവർ വീഡിയോ എടുത്തിട്ട് അയച്ചു തന്നിട്ടുണ്ടായിന്. അപ്പോൾ ആ വീഡിയോയും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോട്ടെ. അപ്പോൾ വീഡിയോ എന്തായാലും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും കാഴ്ചേൻ്റെ വിശേഷങ്ങൾ കണ്ടിട്ട് പോയിക്കോട്ടെ.